ഒരിക്കൽ ഒരു സന്യാസി കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മാൻ രണ്ട് സിംഹങ്ങൾക്ക് നടുവിലൂടെ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ സന്യാസി സംശയത്തോടെ ഇങ്ങനെ ചോദിച്ചു, ഇത്ര ഭയങ്കരന്മാരായ രണ്ട് സിംഹങ്ങളോടൊപ്പം നടക്കാൻ നിനക്ക് പേടിയാവില്ലേ? മാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺസിംഹം മരണപ്പെട്ടു. അവളുടെ രണ്ട് കുഞ്ഞുങ്ങൾ വിശപ്പും ദാഹവും മൂലം വലഞ്ഞു നടക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ എനിക്ക് കരുണ തോന്നി. ഞാൻ അവരെ എന്നോടൊപ്പം കൂട്ടുകയും എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ പാലൂട്ടി വളർത്തുകയും ചെയ്തു. ഇന്ന് അവർ വളർന്ന് അതിശക്തരായി. ഈ കാടിന് മുഴുവൻ ഒരു നിയമമുണ്ട്, ഞങ്ങളുടെ അമ്മയെ തെറ്റായൊരു നോട്ടം കൊണ്ടുപോലും ആരും വേദനിപ്പിക്കരുത്. തൊട്ടടുത്തുള്ള മരക്കൊമ്പിലിരുന്ന് ഒരു തത്ത ഈ കഥയെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനും ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്ത് ഒരു ഉപകാരിയായി തീരണം. കുറച്ചു നേരം കഴിഞ്ഞ് പരിക്കേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന ഒരു പാമ്പിനെ തത്ത കണ്ടു. തത്ത താഴേക്കിറങ്ങി പാമ്പിന്റെ ശരീരത്തിൽ അങ്ങിങ്ങായി തറച്ചിരുന്ന മുള്ളുകൾ ഓരോന്നായി വലിച്ചെടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് പാമ്പിന് അല്പമാത്രം സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ അത് തിരിഞ്ഞ് തത്തയെ കടിച്ചു. സന്യാസി പരിക്കേറ്റ തത്തയെ കണ്ടപ്പോൾ ഇപ്രകാരം ചോദിച്ചു, നീ എന്തിനാണ് സ്വയം അപകടം വരുത്തി വെച്ചത്? തത്ത മറുപടി പറഞ്ഞു, ഞാൻ ആ മാനിന്റെ നന്മ കേട്ട് പാമ്പിനെ സഹായിക്കാൻ പോയതാണ്, പക്ഷേ അത് തിരിഞ്ഞ് എന്നെ കടിച്ചു. അപ്പോൾ സന്യാസി സ്നേഹത്തോടെ പറഞ്ഞു, ആ മാൻ സഹായിച്ചത് സിംഹക്കുഞ്ഞുങ്ങളെയാണ്. വിഷമുള്ള സ്വഭാവക്കാരെ സഹായിച്ചാൽ ഇതായിരിക്കും ഫലം. നിങ്ങളുടെ സഹായം വിലമതിക്കുന്നവരെ സഹായിക്കണം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ നന്മയെ ദൗർബല്യമായി കാണും. നന്മ ചെയ്യുന്നത് വളരെ മഹത്തായ കാര്യമാണ്, പക്ഷേ ആരെ സഹായിക്കണം എന്ന് തിരിച്ചറിയുന്നത് അതിലും പ്രധാനമാണ്. ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എനിക്കും തോന്നി, ഞാനും എൻ്റെ റിയൽ ലൈഫിൽ തത്തയായി മാറിപ്പോയല്ലോ എന്ന്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാനൊരു തത്തയായി മാറിയെന്ന്? ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക പ്ലീസ്.